ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. പ്രശാന്തി നിലയം. ബാധകളകറ്റുന്ന, രോഗം മാറ്റുന്ന, ക്ലേശങ്ങൾ നീക്കുന്ന ഒരു 16കാരൻ പയ്യൻ പുട്ടപർത്തിയിലുണ്ടെന്ന് കേട്ടാണ് ഭർത്താവ് ഭാര്യയുമായി പർത്തിയിലെത്തിയത്. അയാളുടെ ഭാര്യയ്ക്ക് ബുദ്ധിഭ്രമം. അവർ ബുക്കപട്ടണത്തിലെത്തി. അത്ഭുതബാലനെ കുറിച്ച് ചോദിച്ചു. ഗ്രാമീണരിൽ പലരും പരിഹസിച്ചു ചിരിച്ചു. ചിലർ കളിയാക്കി. തിരിച്ചു പോകാൻ ചിലർ ഉപദേശിക്കുകയും ചെയ്തു. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പയ്യനെ കണ്ടിട്ട് പോകാമെന്ന് തന്നെ അവർ കരുതി. 12 അണ കൊടുത്ത് കാളവണ്ടിയിൽ ആ സംഘം നദിക്കരയിലെത്തി. പിന്നെ വഴിയിലൂടെ കുടിലുകൾക്കിടയിലൂടെ നടക്കാൻ തുടങ്ങി. വഴിയരികിൽ കണ്ട ഒരു വലിയ വീട്ടിലേക്ക് അയാൾ കയറി ചെന്നു. അത് കർണ സുബ്ബമ്മയുടെ വസതിയായിരുന്നു. വരാന്തയിൽ നിലക്കടല പറിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു. അവർ തേജസ്സുള്ള ഒരു കൗമാരക്കാരനെ കണ്ടു. സൗമ്യമായ മുഖം, ദീപ്തമായ മിഴികൾ. യാത്രക്കാരൻ പരിചയപ്പെട്ടു. പിന്നെ ചോദിച്ചു, ഇവിടെ സായിബാബയായി മാറിയ ഒരു പയ്യനുണ്ടെന്ന് കേട്ടു. അദ്ദേഹം ഭ്രാന്ത് സുഖപ്പെടുത്തുമെന്നും അറിഞ്ഞു. ഏതാണ് അദ്ദേഹത്തിന്റെ ഗൃഹം? ഒന്ന് പറയുമോ? പ്രേമപൂർവം അയാളെ കടാക്ഷിച്ചുകൊണ്ട് കൗമാരക്കാരൻ പറഞ്ഞു, പാവം, നിന്റെ കൂടെ വന്ന ആ സ്ത്രീ നദിക്കരയിൽ വെച്ച് അവരുടെ ഭർത്താവിന് വല്ലാത്ത ക്ലേശമുണ്ടാക്കിയല്ലേ? ചെല്ലു, കുളി കഴിഞ്ഞ് അവരുമായി വരൂ. അപ്പോൾ നീ അന്വേഷിക്കുന്നയാളെ ഞാൻ കാണിച്ചു തരാം. അയാൾ തിരിച്ചു നടന്നു. കുളി കഴിഞ്ഞ് വല്ലാതെ ഇളകിയാടിയ സുഖമില്ലാത്ത ആ സ്ത്രീയെ ഒരു പ്രകാരത്തിലാണ് അവർ അവിടെ എത്തിച്ചത്. അപ്പോഴാണ് തന്നോട് സംസാരിച്ചയാൾ തന്നെയാണ് താൻ തിരക്കിയ സായിബാബയെന്ന് അയാൾ അറിഞ്ഞതു തന്നെ. സ്വാമി വിഭൂതി സൃഷ്ടിച്ച് അവരുടെ നെറ്റിയിൽ തൊടുവിച്ചു. അവർ കൊണ്ടുവന്ന പഴം സ്വാമിക്ക് സമർപ്പിച്ചു. അതിൽ നിന്നും ഒരു വാഴപ്പഴം സ്വാമി എടുത്ത് സുഖമില്ലാത്ത സ്ത്രീക്ക് കഴിക്കാൻ കൊടുത്തു. അതിനുശേഷം വിഭൂതിയും സൃഷ്ടിച്ചു കൊടുത്തു. ദർശനം കഴിഞ്ഞ് അവർ ഇറങ്ങി. തെരുവിലൂടെ നടക്കുമ്പോൾ ആ സ്ത്രീ ഭർത്താവിനോട് ചോദിച്ചു, അത്താഴത്തിന്റെ കാര്യം എങ്ങനെ? കുറച്ച് അരിയും പാത്രവും വാങ്ങാമെങ്കിൽ ഞാൻ വേഗം ചോറുണ്ടാക്കാം. ഭാര്യയുടെ സംസാരം കേട്ട് ഭർത്താവ് തരിച്ചുപോയി. ബുദ്ധിഭ്രമം ഉണ്ടായിരുന്ന ഭാര്യ തീർത്തും സാധാരണ നിലയിൽ ആയിരിക്കുന്നു. ഭഗവാൻ അവർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സുബ്ബമ്മ കൊടുത്തുവിട്ട ആഹാരമെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ബാബ സാമാന്യം വലിയ ഉരുളകളാക്കി. പിന്നീട് ഓരോരുത്തർക്കും ഓരോന്ന് നൽകി. വയറു നിറയാൻ അത് ധാരാളം മതിയായി. മാത്രമല്ല, ചോറുരുളയ്ക്ക് അതീവ സ്വാദും. ആ രാത്രി അവർ അവിടെ തങ്ങി. രാത്രി കുറുക്കന്റെ ഓരിയിടലും കഴുതയുടെ കരച്ചിലും ഉയർന്നു. 3 മണിയായി കാണും. ഒരു സ്ത്രീ എഴുന്നേറ്റ് ഉറക്കെ കരയാൻ തുടങ്ങി. അവരെ തേൽ കുത്തിയത്രേ. കുറച്ചു കഴിഞ്ഞ് ആരൊക്കെയോ ഉണർന്നു കൂവി. അവർ ഒരു മൂർഖനെ കണ്ടു അത്രേ. അതിനെ കൊല്ലാനായി അവർ ഓടിക്കൂടി. നേരം പുലർന്നു. ബാബ ദർശനത്തിന് എത്തി. അവരെ കണ്ട വഴി സ്വാമി ചോദിച്ചു, ഉറങ്ങിയില്ല അല്ലേ? ഇവിടെ ധാരാളം പാമ്പുകളുണ്ട്. ഇത് വളരെ പവിത്രമായ സ്ഥലം. പക്ഷേ ഇപ്പോൾ ഒരു ശാപത്തിന്റെ നിഴലിലാണ്. സായി ഇവിടം സംരക്ഷിക്കും. തെല്ലിയുടെ മൗനം പൂണ്ട ശേഷം സ്വാമി തുടർന്നു, സായി പ്രവേശം ഇവിടം പ്രശാന്തി പ്രദേശമാക്കും. ആ കുന്നിൻ മുകളിൽ ഇന്നത്തെ പ്രശാന്തി നിലയം വലിയൊരു സൗധമുണ്ടാകും. ആ സമയം 100 കണക്കിന് അല്ല, 1000 കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭാരതത്തിൽ നിന്നെല്ലാം ഇവിടെ വരും. ലോകം മുഴുവനും ഇവിടെ വന്ന് സായി ദർശനത്തിനായി കാത്തു നിൽക്കും. ഓ, അതൊക്കെ നടക്കുമോ? വിശ്വസിക്കാനാവുന്നില്ല, ഭക്തരിൽ ഒരാൾ പറഞ്ഞു. സ്വാമി പുഞ്ചിരിച്ചു. പിന്നെ പറഞ്ഞു, നീ വിശ്വസിക്കും. അന്ന് എന്നെ ഒരു നോക്കു കാണാനായി എത്രയോ ദൂരെ നിന്ന് നീ വിഷമിക്കും. കാലം മുന്നോട്ട് നീങ്ങി. 1972 ആയി. 30 വർഷം കഴിഞ്ഞു. ആ പ്രവചനം സത്യമായി. അന്ന് എത്രയോ ദൂരെ മാറി നിന്ന് ഭഗവാൻ ബാബയെ ഒരു മിന്നൽ പോലെയെങ്കിലും കാണാനായി ആ ഭക്തൻ വളരെയേറെ കഷ്ടപ്പെട്ടു. ഓം തത്സത്ത്.